എയർബസ് കമ്പനിയുടെ കമ്മിറ്റ്മെന്റ് ഏത് തരത്തിലാണ്? അത് രാവിലെ തന്നെ എയർബസ് കമ്മിറ്റി ആയിട്ട് താല്പര്യം ചുറ്റിക്കളി കമ്പനി മേടിക്കാൻ പോന്ന അവരുടെ വിമാനങ്ങൾ ഇപ്പം ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അവരുടെ വിമാനങ്ങൾക്ക് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പറക്കുമ്പോൾ A320 അങ്ങനെയാണെന്ന് പറയുന്നത് അതിൽ പേര് സോഫ്റ്റ്വെയറിൽ ഒരു പക്ഷേ സൗരവികരണമേറ്റ് മാറ്റങ്ങൾ സംഭവിക്കാം. അത് അപകടത്തിന് കാരണമാകാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ അന്വേഷണം തന്നെ കിട്ടിയാണ്. അപ്പോൾ നിലവിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളൊക്കെ ഗ്രൗണ്ട് ചെയ്തിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പല സർവീസുകളും ഡിലേ ആയി, പല സർവീസുകളും ക്യാൻസലായി, ലക്ഷക്കണക്കിന് ആളുകൾ വേൾഡ് ഓവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എയർബസ് കമ്പനിക്ക് അങ്ങനെ നേറ്റീവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പുറത്തുനിന്നൊക്കെ ഒരു കാര്യമാണത്. കാരണം വിമാനങ്ങൾ കൃത്യമായി പോകാതിരിക്കുക, പറക്കാതിരിക്കുക എന്നുള്ളത്. ഇന്നാണ് എപ്പോഴാണെങ്കിൽ ലീഡ് ചെയ്യുന്ന എയർബസ്സാണ്. എയർബസ് വളരെ പെട്ടെന്ന് യൂറോപ്യൻ യൂണിയൻ്റെ കമ്പനിയാണ് എയർബസ്. ബോയിങ് അമേരിക്കയുടെ കമ്പനിയാണ്. അപ്പം നഷ്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എയർ ട്രാവലിനെ പറ്റി ഏവിയേഷനെ പറ്റി അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. കാരണം ചെറിയൊരു ഫെയിലിയർ മതി വലിയ അപകടങ്ങളിലേക്ക് പോകാൻ. വിമാനവുമായി ബന്ധപ്പെട്ടിട്ട് ഏവിയേഷനുമായി ബന്ധപ്പെട്ട് ഫ്ലൈറ്റിനുണ്ടാവുന്ന ചെറിയ വിഷയങ്ങൾ പോലും എവിടെയെങ്കിലും കുറച്ച് പെയിൻ്റ് അടർന്നു പോയാൽ അതുപോലും കൃത്യസമയത്ത് അഡ്രസ്സ് ചെയ്യണം. അതാണ് ഈ വിമാനങ്ങൾ ആണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള യാത്രാമാർഗം. അല്ലെങ്കിൽ യാത്രാവാഹനങ്ങൾ വിമാനങ്ങളാണ്. പക്ഷേ ഈ അപകടങ്ങൾ എന്തുകൊണ്ടുണ്ടാകും എന്ന് വെച്ചാൽ ബേസിക്കലി രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ടെക്നിക്കലാണ്, അതായത് കൃത്യമായ സ്പെയർ പാർട്സുകൾ മാറ്റാതിരിക്കുക, ഉടായ്പ കാണിക്കുക, കൃത്യമായ സർവീസ് നടത്താതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് വിമാനങ്ങൾ. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന പൈലറ്റുമാരുടെ ജഡ്ജ്മെൻ്റൽ എററാണ്. ജഡ്ജ്മെൻ്റൽ എറർ. പിന്നെ ഇതാണ് ഒരു കാര്യം. പിന്നെ മൂന്നാമത്തെ ഈ പറയുന്നതിൻ്റെ മാതിരി ഈ ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പിന്നെ മഴ, അതല്ലെങ്കിൽ മൂടൽ മഞ്ഞ്, അതല്ലെങ്കിൽ കാറ്റ്, ഇതുകൊണ്ടാണ് വിമാനാപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ 90% വിമാനാപകടങ്ങൾ ഉണ്ടായത് ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ സമയത്താണ്. അപ്പോൾ നിങ്ങൾ അഹമ്മദാബാദ് അപകടം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് ടേക്ക് ഓഫിൻ്റെ സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. കോൺകോഡ് പാരീസിലൊക്കെ അത് ടേക്ക് ഓഫിനാണ്. കോഴിക്കോട് കരിപ്പൂർ ആൻഡ് മംഗലാപുരം അപകടങ്ങൾ ഉണ്ടായത് ലാൻഡിങ്ങിൻ്റെ സമയത്താണ്. ലാൻഡിങ് സമയത്തുള്ള കാറ്റ് വലിയ ഘടകമാണ്. ക്രോസ് വിൻഡ് വരുന്നത്, ഹെഡ്വിൻഡ് ഒക്കെയാണ് ടെയിൽ വിൻഡ് വരുന്നത്. അതുപോലെ ടേക്ക് ഓഫിൻ്റെ സമയത്താണെങ്കിൽ പിന്നെ ഹെഡ് വിൻഡ്, മറ്റേതാണ് ടെയിൽ വിൻഡ്, അതായത് പിന്ന് നടിക്കുന്ന. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് പിൻ സൈഡിൽ നിന്ന് കാറ്റടിച്ച് കഴിഞ്ഞാൽ വലിയ കാറ്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ചെറിയ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ക്രോസ് വിൻഡ് വന്നു കഴിഞ്ഞാൽ വിമാനം ചിലപ്പം കാടി വരും. ഇതൊക്കെയാണ് ഇപ്പോൾ ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് പൊതുവെ വിമാനം അപകടങ്ങൾ ഉണ്ടാവാം. വളരെ അപൂർവമായിട്ടാണ് പറക്കുമ്പോൾ അപകടം ഉണ്ടാവില്ല. അതെന്തെങ്കിലും ഈ പറയുന്ന ഈ സ്പെയർ പാർട്സ് ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ചതോ അല്ലെങ്കിൽ മാറ്റാതെ ഇടുന്നത് കൊണ്ടാണ് അത്ര അപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിൽ ഈ വേറൊരു കാര്യമുണ്ട്. ഈ ഉടായ്പ് ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാറൊക്കെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് അറിയാലോ. അത്രയും ടെമ്പറേച്ചർ വരുമ്പോൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഡ്യൂപ്ലിക്കേറ്റിന് പറ്റിയല്ല. ഒറിജിനലിന് അത്രയും ടെമ്പറേച്ചറിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് മറ്റേ സുരേഷ് ഗോപിയുടെ സിനിമ ഉണ്ടല്ലോ, ഏതായിരുന്നു, ഏതൊരു സിനിമ ഉണ്ട്, FIR, അങ്ങനത്തെ തോന്നുന്നു. FIR അല്ല, വേറൊരു സിനിമ. അപ്പോൾ അതിൽ മുഹമ്മദ് സർക്കാർ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറായിട്ട് അതിൽ AK-47 കിട്ടിയ തോക്ക് ശരിക്കും AK-47 ആണെന്ന് പരിശോധിക്കുന്ന സീനുണ്ട്. കാരണം അതിൻ്റെ സ്പ്രിങ് ഉണ്ട്. AK-47 സ്പ്രിങ് 5000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഉരുകില്ല. മറ്റേത് ലോക്കൽ സ്പ്രിങ് ഒക്കെ എന്ന് വെച്ചാൽ 500 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഉരുകിപ്പോകും. അതുപോലെയാണ് വിമാനത്തിൻ്റെ ഓരോ സ്പെയർ പാർട്സിൻ്റെയും കാര്യം. അതുകൊണ്ട് കൃത്യമായി ഇത് മാറ്റണം. വേറെ ഒരു കാര്യം, അടുത്ത 4ാമതാണ് സോഫ്റ്റ്വെയറിൻ്റെ പറ്റി. ഇതൊക്കെ ചെയ്താൽ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമുണ്ടായി വിമാനം അപകടം ഉണ്ടാകും. ബോയിങ്ങിന് ഈ വളരെ കുപ്രസിദ്ധമായ പല അപകടങ്ങളും ഉണ്ടായത് ഈ സോഫ്റ്റ്വെയർ മാറ്റാത്തതുകൊണ്ടാണ്. സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ. ഇപ്പോൾ അഹമ്മദാബാദ് വരെ സോഫ്റ്റ്വെയർ പ്രശ്നമാണ് എന്നാണ് കരുതപ്പെടുന്നത്. സോഫ്റ്റ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽ പ്രശ്നം. അതായത് ഒരു വിമാനം ഉണ്ടാക്കുന്ന സമയത്തിലെ കട്ട് ഷോട്ടുകൾ ഉപയോഗിച്ചു. അതിന് മാറി 10 വർഷത്തിൽ കൂടുതൽ ഈ വിമാനങ്ങൾ എയർവർത്തി അല്ല എന്ന് അന്നേ തന്നെ ഒരു വിസിൽ ബ്ലോവർ പറഞ്ഞതാണ്. 10 വർഷം കഴിഞ്ഞ വിമാനം അവിടെ ഉണ്ടായത്. ആ ഗ്രൂപ്പിൽപ്പെട്ട വിമാനങ്ങൾ ഇപ്പോൾ 10 വർഷം ആവുന്നേ ഉള്ളൂ. ഒന്ന് ഓൾറെഡി ഹൈദരാബാദിലുണ്ടായി, ഹൈദരാബാദിലല്ല അഹമ്മദാബാദിലുണ്ടായി. ഇത് മുമ്പ് ബോയിങ്ങിൻ്റെ വിമാനത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ പറക്കുമ്പോൾ ഇതിൻ്റെ നോസ് ആരുടെയും കൺട്രോൾ അല്ലാതെ താഴെ പോവുകയും ചെയ്യും. അങ്ങനെ അപകടം ഉണ്ടായി.
അത് പൈലറ്റിൻ്റെ തലയിൽ കെട്ടി വെച്ചു. ഇപ്പം നമ്മൾ അഹമ്മദാബാദിൽ അത് ശ്രമിക്കുന്ന പോലെ. വേറൊരു സ്ഥലത്ത് ഇതേപോലെ അപകടം ഉണ്ടായ സമയത്ത്, അവിടെ ഉണ്ടാകാൻ പോയ സമയത്ത് പൈലറ്റ് രക്ഷപ്പെടുത്തി. വലിയ ന്യൂസായി. പൈലറ്റിന് ഭയങ്കര കൺഗ്രാറ്റുലേഷൻ. പൈലറ്റ് അത് ഞാനൊന്നും ചെയ്തിട്ടില്ല, വിമാനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, വിമാനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഇത് ഓട്ടോമാറ്റിക്കായി നിങ്ങളെ കൺട്രോളല്ല. നിങ്ങൾ കാർ ഓടിക്കുകയാണ്, അതിൻ്റെ ബോണറ്റ് ഇങ്ങനെ പൊങ്ങിയും താഴെയും ചെയ്യുകയാണ്. ആദ്യത്തൊന്നും അപകടം ഉണ്ടായത് നിങ്ങളെ കുഴപ്പം. അടുത്തതിൽ പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, പക്ഷേ ഭാഗ്യം കൊണ്ട് അപകടം ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ മിടുക്കുന്നതാവും. അപ്പോൾ ഞാൻ പോയി പറയുകയാണ് എൻ്റെ മിടുക്കുന്നല്ല വണ്ടിയുടെ കുഴപ്പം എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അതോടുകൂടി ഇവർ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ബോയിങ്ങിൻ്റെ പ്രശ്നം ഇങ്ങനെ പല ഇങ്ങനെ കാര്യങ്ങൾ കണ്ടെത്തിയാൽ അവരത് രഹസ്യമാക്കി വെക്കും, അവരുടെ പേര് മോശമാകാതിരിക്കാൻ വേണ്ടി. രഹസ്യമായി ചിലപ്പോൾ വിളിച്ചിട്ട് ശരിയായി കൊടുക്കെങ്കിലൊക്കെ ഉള്ളൂ, പരസ്യമാക്കില്ല. അപ്പോൾ അഹമ്മദാബാദ് സംഭവിച്ചതാണ്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പാവം പൈലറ്റുമാരെ തലയിൽ കെട്ടിവെക്കുന്നത്. അവിടെയാണ് എയർബസ് മാതൃകയാണ്. എയർബസ് ക്വാളിറ്റിക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അവർ നോട്ട് ചെയ്തു. അവരെ മറച്ചു വെക്കാനോ വിമാനം പീരിയോഡിക്കൽ സർവീസിന് വരുമ്പോൾ നന്നായി കൊടുക്കാനോ നല്ല അവർ ചെയ്തു. അത് മൊത്തം പിൻവലിച്ചു. അതുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, ആളുകൾ ബുദ്ധിമുട്ടും നെഗറ്റീവ് ഇമോഷൻ വരും. പക്ഷെ അതിൽ ഉപരിയാണല്ലോ നിങ്ങൾ ആകാശത്ത് ഒരു അലൂമിനിയം പാട്ടയിൽ 360-400 കിലോമീറ്റർ സ്പീഡിൽ മിനിമം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപകടം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അതിന് നല്ലത് നന്നാക്കിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രശ്നമാണ് സോഫ്റ്റ്വെയറിൻ്റെ കമ്പനി. പക്ഷേ അത് അവർ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ ആയിരിക്കണം കമ്പനികൾ. ആണ് നമ്മൾ ഒരു മനുഷ്യജീവൻ തിരിച്ചു കൊടുക്കാനോ ഒരു അപകടം പറ്റിയാണ്ടാകുന്ന നഷ്ടം തിരിച്ച് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ആർക്കും പറ്റുമോ? അത് പൈസ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നടത്തിയ അപ്ഡേഷൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാണ്. കാരണം ഈ ഭൗമവീകരണങ്ങൾ വന്നാലും അതിൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ മാറ്റം വരാത്ത രീതിയിൽ ഇത് അത്ര ഇതിലല്ലേ പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൂര്യനിലിടക്ക് സൂര്യകിരണങ്ങളിൽ പലപ്പോഴും തീവ്രത കൂടിയും കുറഞ്ഞൊക്കെ വരും. അത് സോഫ്റ്റ്വെയർ നേരിട്ട് എഫക്റ്റ് ചെയ്യില്ല. സോഫ്റ്റ്വെയർ ഉൾക്കൊള്ളുന്ന സെമി കണ്ടക്ടേഴ്സിൽ അത് മാറ്റം വരുത്താം. അതാണ് കാര്യം. സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തണേ അത് അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യുന്നല്ല, അത് ഹാക്ക് ചെയ്യണം. പക്ഷേ ഈ സെമി കണ്ടക്ടറിൽ മാറ്റം വരുത്താം. സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ സാധനം ഉണ്ടല്ലോ, അത് വിമാനത്തെ ചിലപ്പം വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടിട്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. അതായിരിക്കണം ബിസിനസ്. ബോയിങ് ഇത് ചെയ്യില്ല. ബോയിങ്ങിൻ്റെ അത്രയും കാലത്തെ ഇപ്പോൾ അഹമ്മദാബാദ് വിമാനം അപകടമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എനിക്കോ നിങ്ങൾ അതുകൊണ്ടായിരിക്കും ഇത് ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചാൽ. അത് ഇവിടെ ആളുകൾ വലിയ ശ്രദ്ധിച്ചൊരു വിഷയമല്ല ഇത്. കാരണം അഹമ്മദാബാദ് വിമാനത്തെ അപകടമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഇത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇത് വിമാനത്തിന് എന്തോ കുഴപ്പമാണ്. രക്ഷപ്പെട്ട അയാൾ പറഞ്ഞത് വിമാനത്തിന് ലൈറ്റ് ഓണും ഓഫും ആയിരുന്നു. അതെ, വീഡിയോ കാണുന്ന അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രം പ്രവർത്തിക്കേണ്ട ടർബൈൻ പുറത്ത് വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് വിമാനത്തിൻ്റെ പ്രശ്നമാണ്. വിമാനത്തിൻ്റെ പ്രശ്നം അത് ഈ ബോയിങ്ങിൻ്റെ പ്രശ്നമാണോ അതോ ഈ തുർക്കി കമ്പനിക്കാർക്ക് പണ്ട് കുറേ വിമാനങ്ങൾ നമ്മൾ സർവീസ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നു. കൂട്ടത്തിൽ ഈ വിമാനം പെട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. എങ്കിൽ പോലും അവന്മാരും ഒപ്പിച്ച പണിയാണോ എന്നുള്ള സംശയമുള്ളൂ. പക്ഷേ ബോയിങ്ങിൻ്റെ ആ വിസിൽ ബ്ലോവർ പറഞ്ഞതനുസരിച്ച് ഇത് ബോയിങ്ങിൻ്റെ പ്രശ്നമാകാനാണ് സാധ്യത. അയാൾ അന്നേ പറഞ്ഞു 10 വർഷത്തിൽ കൂടുതൽ വിമാനം പറക്കില്ല. അതിൽ ഫസ്റ്റ് അപകടമാണ് ഈ അപകടം ആ സീരീസിൽപ്പെട്ട വിമാനങ്ങളിൽ. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ആ എയറിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു പിന്നെ എയർബസ് ഇങ്ങനെ തീരുമാനം എടുക്കുന്നത്. വളരെ മൈന്യൂട്ടായിട്ടൊരു ഫാൾട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, വളരെ കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങും. എന്നാൽ മനുഷ്യജീവൻ നിങ്ങൾക്ക് എത്ര കാശ് കൊടുത്താലും ഒരു മനുഷ്യജീവൻ തിരിച്ചു കിട്ടും. അതില്ല. ഒരു മനുഷ്യനുണ്ടാകുന്ന അപകടത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റില്ല. അതിലും പ്രധാനപ്പെട്ടത് ഗ്രൗണ്ട് ചെയ്യുക. ആ പ്രശ്നം പരമാവധി നമ്മൾ പെർഫെക്റ്റായി പോകുക എന്നുള്ളത്. വിമാനം സംബന്ധിച്ചിടത്തോളം വിമാനം ഏറ്റവും എന്താ പറയുക വിശ്വസനീയമായ യാത്രാമാർഗമാണ്. അത് പക്ഷേ നിങ്ങൾ ഉടായ്പ ഒപ്പിക്കരുത്. കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമാണ്. പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ചില കാലാവസ്ഥ എന്ന പ്രശ്നം അതൊക്കെ കൊണ്ടും ഒക്കെയാണ് അപകടം ഉണ്ടാക്കുക. അപകടം താരതമ്യേന കുറവാണ്. മനസ്സിലായില്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.